എല്ലാവർക്കും നമസ്കാരം. വയനാട്ടിലെ ട്രൈബൽസിൻ്റെ കുറേ പ്രോഗ്രാംസൊക്കെ ഞാൻ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അതിൽ വിജിത എന്ന് പറയുന്നൊരു കുട്ടിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലൊരു ജോലിയും ശരിയാക്കി കൊടുത്തതൊക്കെ നിങ്ങൾ കണ്ടുവല്ലോ. ഇന്ന് ഞാനുള്ളത് ആക്റ്റീവ് പ്ലാനറ്റിലാണ്, കോഴിക്കോട് കുറ്റിയാടിയുള്ളത്. എൻ്റെ സ്കൂളിലെ കുട്ടികളെയും കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ആഫ്രിക്കയിലെ ഗോത്രവർഗ്ഗക്കാരുടെ അടിപൊളി പെർഫോമൻസ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്കൊരാഗ്രഹം, നമ്മുടെ വയനാട്ടിലെ ട്രൈബൽസിൻ്റെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഇവിടെ ഒരു അവസരം തരുമോ എന്ന്. കാരണം അവരാകെ ചോദിക്കുന്നത് 10,000 രൂപ 15,000 രൂപയ്ക്ക് ചോദിക്കുന്നുള്ളൂ, 12 പേര് വന്നൊരു പ്രോഗ്രാം ചെയ്ത് പോകുന്നതിന്. അപ്പോൾ ഞാൻ അരവിന്ദൻ സാറുമായിട്ട് സംസാരിച്ചു. സാറ് ആക്റ്റീവ് പ്ലാനറ്റിൻ്റെ മാനേജറാണ്. അപ്പോൾ സാറിൻ്റെ മറുപടി എന്താണെന്ന് നോക്കാം. നമ്മുടെ വയനാട്ടിലെ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അവരുടെ തനതായ കല വളർത്തിയെടുക്കാനും പ്രോത്സാഹിപ്പിക്കാനും സാർ ഒരു അവസരം തരുമോ? തീർച്ചയായും. നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ ആഫ്രിക്കൻസിൻ്റെ ഷോ കണ്ടിട്ടാണ് ഇമ്പ്രസ്ഡ് ആയെന്ന് പറഞ്ഞു. ശ്രീ കെ പാനൂർ കേരളത്തിലെ ആഫ്രിക്ക എന്നതാണ് ആദിവാസി സമൂഹത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതിയ പുസ്തകത്തിൻ്റെ പേര്. പണിയരെന്നും കുറകരെന്നും കുറുമരെന്നും കാട്ടുനായ്ക്കരെന്നും ചോലരെന്നും വിവിധ വിഭാഗങ്ങളിൽപ്പെടുന്ന ആദിവാസി സമൂഹം എപ്പോഴും ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട ആളുകളാണ്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ തീർച്ചയായും സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു രീതിയിലുള്ള സമീപനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും സ്ഥാപന അധികാരികളുമായിട്ട് ഇക്കാര്യം ചർച്ച ചെയ്ത് അനുഭാവപൂർവ്വം പരിഗണിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഒത്തിരി സന്തോഷം സാർ. അപ്പോൾ സാറിൻ്റെ ഒരു കോള് ഞാൻ പ്രതീക്ഷിക്കും. തീർച്ചയായും. വയനാട്ടിലെ കലാകാരന്മാരെ കൊണ്ട് ഞാനിവിടെ വരും. ഓക്കെ, താങ്ക് യു. ശരി.